പോലീസ് പെൻഷനേഴ്സ് അക്വാറ്റിക് ക്ലബിന്റെ നേതൃത്വത്തിൽ നെമ്മാറയിൽ നീന്തൽ പരിശീലനം ആരംഭിച്ചു. നെമ്മാറയിലെ കോതകുളത്താണ് പരിശീലനം നടത്തുന്നത്. നീന്തൽ പഠിക്കാൻ വരുന്ന 100-ലേറെ കുട്ടികൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നു. ശാരീരികക്ഷമത മെച്ചപ്പെടുത്തുക, മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുക, ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നീ ലക്ഷ്യത്തോടെ സർവീസിൽ നിന്നും വിരമിച്ച പോലീസുകാരാണ് പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നീന്തൽ പരിശീലന പരിപാടി ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പോയിട്ട് തോട്ടിലും പുഴയിലൊക്കെ പോയിട്ട് ഇപ്പം അങ്ങനെ കുളങ്ങളില്ല. പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ പേടിയായി തുടങ്ങി. മക്കളെ എങ്ങനെ അയക്കുക, ആ പേടിയാണ് പിള്ളേരുടെ മനസ്സിലേക്ക് പകർന്നിട്ട് ഇപ്പോൾ അവരൊന്നും ചെയ്യാത്തത്. ഞാനിന്ന് രാവിലെ എൻ്റെ മകനിപ്പോൾ നീന്തൽ പഠിക്കാൻ തൊട്ട് 4 ദിവസമായിരുന്നു. ഇപ്പോൾ വണ്ടിത്താവളത്ത് ഹൈസ്കൂളിൻ്റെ പുറകിലാണ് നീന്തൽ പഠിക്കുന്നത്. എൻ്റെ വീട്ടിൽ 4 കിലോമീറ്ററാണ്. അപ്പോൾ ഞാൻ രാവിലെ അവനെ 6:15 6:30 നീന്തൽ പഠിപ്പിക്കാൻ അവിടെ കൊണ്ടാക്കി 7:30 തിരിച്ച് വീട്ടിലാക്കി ഭക്ഷണം കഴിച്ചിട്ട് വേണം ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരാം. അതുകൊണ്ടാണ് രാധാകൃഷ്ണൻ വിളിച്ചപ്പോൾ ഞാൻ 8 മണിക്കൊന്നും എത്തില്ല, ഒരു 8:30 എനിക്ക് അവിടെ നിന്ന് ഓടിയെത്താനുള്ള സമയം വേണ്ടേ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ എക്സർസൈസുകളിൽ ഏറ്റവും നല്ല എക്സർസൈസ് എന്ന് പറഞ്ഞത് നീന്തലാണ്. കാരണം നമ്മുടെ കയ്യും കാലും അവയവങ്ങളെല്ലാം റിലാക്സ്ഡ് ആയിട്ട് എല്ലാം നന്നായിട്ട് കൊളസ്ട്രോളും മറ്റേ BP കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് നീന്തൽ. ഏറ്റവും നല്ല ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഡെയിലി ഒരു 10 മിനിറ്റ് നീന്തുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്ട്രെസ്സോ അതുപോലുള്ള പ്രശ്നങ്ങൾ വരില്ല എന്നാണ് പറയുന്നത്. പോലീസ് പെൻഷൻ അക്വാറ്റിക് ക്ലബിന്റെ പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി. നെമ്മാറ സർക്കിൾ ഇൻസ്പെക്ടർ അനീഷ്, പോലീസ് പെൻഷനേഴ്സ് അക്വാറ്റിക് ക്ലബിന്റെ സെക്രട്ടറി KK ചന്ദ്രൻ, കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കുഞ്ചു, ഗിരിജാവല്ലഭൻ, സുധാകരൻ, ആറുമുഖൻ എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.